ഫിറോസിന്റെ യാത്രയാണ് എനിക്കറിയേണ്ടത്. ഫിറോസിന്റെ യാത്ര നല്ല രീതിക്ക് യാത്ര തുടരുന്നു. നമ്മൾ ഇപ്പോൾ പല വേദിയിലും വെച്ച് കണ്ടു, ഇടയ്ക്കൊക്കെ പല സ്ഥലത്തും വെച്ച് കണ്ടു. മറ്റു കാര്യങ്ങളൊക്കെ വേറെ, അതൊന്നുമില്ല. എങ്ങനെയാണ് ഇപ്പോൾ ഫിറോസിന്റെ യാത്ര? ഇപ്പോൾ ഒരു 2-3 സിനിമകളുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. പിന്നെ ഷോസ് ഉണ്ട്, ഡാൻസ് ഷോസ് കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമില്ല അല്ലെ? ഈ നിലവിൽ ഫിറോസ് ഇപ്പൊ കൊച്ചിയിൽ സെറ്റിലാണ്. എന്റെ അറിവിൽ കൊച്ചിയിൽ സെറ്റിൽ നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അത് സിനിമയും നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ടുള്ള ഷോസ് ഒക്കെ ആയിട്ടല്ലേ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഫിറോസ് ആണെന്ന് ജനങ്ങൾ അറിഞ്ഞത് അല്ലെ? അതെ. അതിന് മുമ്പ് ഫിറോസ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഡേഞ്ചറസ് ബോയ്സ് എന്ന് പറഞ്ഞ പണ്ടൊരു ആദ്യത്തെ പ്രാങ്ക് ഷോ, ആ സമയത്ത് ആക്ച്വലി 10 പേര് തിരിച്ചറിഞ്ഞു. ശരിക്കും എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് അതാണ്. പിന്നെ പല ഷോ ചെയ്തെങ്കിലും ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായി. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു പല ഷോയും വെച്ച്. പക്ഷെ ഈ ഡേഞ്ചറസ് ബോയ്സ് പോലെ അത്രയും ഹൃദയസ്പർശം അല്ലെ ആൾക്കാർ ഏറ്റെടുക്കുന്ന അത്രയും വലിയ ഹിറ്റായിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നില്ല. പിന്നെ ഈ ഡാൻസ് കോമ്പറ്റീഷൻ ആ ചാനലിലെ എല്ലാം മെയിൻ പ്രോഗ്രാം ആയിരുന്നെങ്കിലും അത്ര ഒരു വൈബ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അത്രയും വൈബ് ഉണ്ടാക്കിയ ഒരു ഷോ ബിഗ് ബോസ് ആണ്. അതെ. ബിഗ് ബോസിൽ ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ആ സമയത്ത്, ആ സീസൺ സ്ഥിരം ഞാനും എൻ്റെ കുടുംബമൊക്കെ ഇരുന്ന് കണ്ടു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുള്ള വൈബ് ഭയങ്കര രസകരമായിട്ട് മുന്നോട്ട് കൊണ്ട ആ ഒരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും ഫിറോസ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ചെറിയ വേദനയോട് കൂടി തന്നെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. എനിക്കൊന്ന് ഫിറോസ് 2 ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മളുമായിട്ടൊന്ന് ഇരിക്കാമെന്ന് തോന്നുന്നു. ഫിറോസിന് വേറെയും പല കാര്യങ്ങൾ. എനിക്ക് ഫിറോസിന്റെ ഇപ്പോഴത്തെ യാത്രയാണ്, സിനിമകളുണ്ട്. എനിക്ക് തോന്നുന്നു ഫിറോസ് റാമ്പ് ചെയ്യാനൊക്കെ ഫാഷൻ ഷോയ്ക്കൊക്കെ പോകുന്നു. ഞാൻ സംസാരിച്ചൊരു വിഷയം, ഫാഷൻ ഷോയ്ക്കൊക്കെ പോകുന്നു. ആക്ച്വലി ഞാൻ ഇപ്പൊ ഈ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ആക്ച്വലി ഫാഷൻ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. പക്ഷേ ഞാൻ നമ്മുടെ കൊല്ലത്താണല്ലോ എൻ്റെ നാട്. അപ്പം അവിടെ നിന്നുകൊണ്ട് ഈ ഫാഷൻ രംഗത്തേക്ക് വരിക എന്ന് പെട്ടെന്ന് വിളിക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറവാണ്. ഞാനിപ്പോൾ എറണാകുളത്ത് വന്നതിന് ശേഷം എനിക്ക് ഫാഷൻ രംഗത്തേക്ക് കുറച്ച് അവസരങ്ങൾ, മീൻസ് ഗസ്റ്റായിട്ടും ഷോ സ്റ്റോപ്പറായിട്ടും ഒക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം അതിനകത്ത് പേയ്മെൻറ്റ്, സാധാരണ ചിലർ പേയ്മെൻറ്റ് മേടിക്കാതെയാണ് ഇതിനൊക്കെ പോകുന്നത്. ഫാഷൻ ഒരു ഫീൽഡല്ല, അതൊരു കളർഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് അത് പറ്റില്ല. കാരണം നമ്മുടെ തൊഴിലാണ്. അപ്പോൾ തൊഴിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അതിൽ എനിക്കൊരു എമൗണ്ട്, മാന്യമായ ഒരു എമൗണ്ട് തന്ന എമൗണ്ട് മേടിച്ചിട്ടാണ് ഞാൻ ഗസ്റ്റായിട്ട് പോകുന്നതും ഷോ സ്റ്റോപ്പറായിട്ടൊക്കെ പോകുന്നത്. സോ ഇപ്പോൾ അതിനൊരു വലിയ അടി കിട്ടിയിരിക്കുകയാണ്. ആക്ച്വലി 2-3 ഷോ ഇപ്പം വന്നിട്ട് അത് ക്യാൻസലായിപ്പോയി. അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ഒക്കെ പറഞ്ഞ് അത് ഫൈനൽ സ്റ്റേജിൽ അത് പിന്നെ ക്യാൻസലായിപ്പോയി. ക്യാൻസലാകാനുള്ള കാരണം പ്രഷർ പെട്ടെന്ന് നിങ്ങൾ നമ്മൾ പിരിഞ്ഞത് കൊണ്ടാണ്, ഡിവോഴ്സിലേക്ക് എത്തിയത് കൊണ്ട് വല്ലതാണോ? ഒരിക്കലുമല്ല, അതുമായിട്ടൊരു ബന്ധമില്ല. അതായത് ഇതിലേറ്റവും വേദനാജനകമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡിൽ തന്നെയുള്ള, ഈ ഫീൽഡിൽ നിന്നും അരി മേടിച്ച് കഞ്ഞി വെച്ച് കുടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് മുടക്കിയത്. വേറെ ആരുമല്ല. പേര് പറയുന്നതിന് എനിക്ക് ഓപ്പണായിട്ട് പറയാം. കാരണം ഞാൻ ആ വ്യക്തിയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, India's #1 language academy.